പാലക്കാട് നെന്മാറയിലെ സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ശിക്ഷാവിധി ഈ മാസം 16-നാണ്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പാലക്കാട് നെന്മാറയിലെ സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരൻ. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് ഈ മാസം 16-ന്. ചുമത്തിയിരിക്കുന്നത് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, അതിക്രമിച്ചു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾ. കേസിൽ നിർണായകമായത് ഫോറൻസിക് തെളിവുകൾ. വിധി വരുന്നത് കൊലപാതകം നടന്ന 6 വർഷങ്ങൾക്ക് ശേഷം. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെടും. പുനഃസംഘടനയെ സമുദായ സമവാക്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്നും അബിൻ വർക്കി. തൃശൂർ പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും. വെള്ളിയാഴ്ച വിധി പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി. ചിറങ്ങരയും മുരിങ്ങൂരും അടക്കമുള്ള ഇടങ്ങളിൽ ഗതാഗതക്കുരുക്കുണ്ടെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. കുരുക്കുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. സംസ്ഥാനത്ത് കുതിച്ചു കയറി സ്വർണ്ണവില. പവന് 2400 രൂപ വർദ്ധിച്ച് 94,360 രൂപയായി. ഗ്രാമിന് വർദ്ധിച്ചത് 300 രൂപ. കൊച്ചി കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി മോഷണം നടത്തിയ സംഭവത്തിൽ കുറ്റസമ്മത മൊഴി പുറത്ത്. കവർച്ച ചെയ്ത പണം ഉപയോഗിച്ച് ഏലക്ക വാങ്ങി. പിടിച്ചെടുത്ത ഏലക്ക മരട് സ്റ്റേഷനിലെത്തിച്ച് അന്വേഷണ സംഘം. മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മന്ത്രി സജി ചെറിയാനൊപ്പം ഇന്ന് വൈകിട്ട് തിരിക്കും. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, അബുദാബി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സൗദി സന്ദർശനത്തിന് അനുമതിയില്ല. 2 വർഷം നീണ്ട യുദ്ധത്തിന് അവസാനം. ഗസയിൽ സമാധാനം പുലർന്നു. ഈജിപ്ത് ഉച്ചകോടിയിൽ കരാറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉച്ചകോടിയിൽ നിന്ന് പിന്മാറി നെതന്യാഹു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലെന്ന് ആവർത്തിച്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഇന്റലിജൻസ് മേധാവി. ADGP P. വിജയനാണ് റിപ്പോർട്ട് തേടിയത്. ശ്രീജിത്തിനെ ആദ്യം പരിചരിച്ച ഡോക്ടറുടെയും ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും മൊഴിയെടുത്തു. സംഭവം കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. സ്ഫോടക വസ്തു എറിഞ്ഞത് ആരാണെന്ന് കണ്ടെത്താൻ ശ്രമം. പേരാമ്പ്രയിൽ ഇന്ന് CPIM പൊതുയോഗം.